നമസ്കാരം ഗൈസ്, ആർജിയാണ് നമ്മുടെ പുതിയ വീഡിയോ കളേഴ്സോളം. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് ബ്ലോഗ് മാത്രമല്ല, നമ്മൾ അമ്പലത്തിൽ നിന്ന് കൊടിയേറ്റമാണ്. മെയിനായിട്ട് ഉത്സവം ബ്ലോഗ് എടുക്കാൻ പ്ലാൻ ചെയ്തത്, പക്ഷേ എങ്കിലും ഈവനിങ് ബ്ലോഗ് ചേർത്താക്കി എടുക്കാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ ഉത്സവം ബ്ലോഗ് വിളിച്ച് കവർ ചെയ്യാമല്ലോ. ചിലപ്പോൾ നോക്കട്ടെ, ഉത്സവം ബ്ലോഗ് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാനല്ല, ഈവനിങ് ബ്ലോഗിനായിട്ട് ഫുഡ് എടുക്കാൻ പറ്റും നോക്കട്ടെ. ബാക്കിയൊക്കെ എടുക്കാൻ പറ്റുന്നത് എടുക്കും. അപ്പോൾ നമ്മൾ ദിവസം ഫുള്ള് നമ്മൾ ഈവനിങ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് അതിലേക്ക് കുറിച്ച് ഫ്രഷായിട്ട് അമ്പലത്തിൽ പോയിട്ട് അപ്പം അതിന് എന്തോന്ന് അവിടെ എന്തോ സംഭവിച്ചു. അവിടെ എന്തോ സംഭവിച്ചു. മരമാണോ വീണ, ഇടി കെട്ടിയതാണോ? ആണോ? പക്ഷെ എവിടെ മരം വീണേ? ഏത് മരം വീണു? ആരുടെ മരം വീണു? പിടിയില്ല. ഞാൻ വിചാരിച്ചു ഇടിയായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചവിട്ടി തള്ളിക്കൊണ്ട് ഓടിയാണ്. അപ്പം ഗൈസ് നമ്മൾ കുളിക്കാൻ വേണ്ടി പോവേണം. ഗൈസ് കുളിക്കാൻ അവിടെ എവിടെ മരം ഒടിഞ്ഞു വീണേന്ന്. അപ്പോൾ ഗൈസ് നിശ്ചിതേ ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് കുളിച്ചിട്ട് നമ്മോട്ട് അതിൻ്റെ അടപ്പതായിരിക്കുന്നത്. നിശ്ചിതേ അതിൻ്റെ അടപ്പത് ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ഇവിടെ അതിൻ്റെ അടപ്പതേ. അവളിവിടെ ഓരോ സാധനം കൊണ്ടിട്ട് എൻ്റെ പേര് അറിയാം. അടപ്പെടുത്തോ, പച്ചക്കുപ്പിക്ക് അടപ്പ് വേണം. അപ്പോൾ കഴിച്ച് നമ്മൾ രണ്ടാം കൂടി കുളിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ കുളിച്ച് റെഡിയായി. നമ്മൾ രണ്ടും കൂടി പോവേണം കേട്ടോ. താമസിച്ചു, ശരിക്കും താമസിച്ചു. കാരണം 4 മണിക്ക് ഇറങ്ങാം, അവിടെ നിന്ന് പോകും. മണി ഇപ്പം 3:45. ഇനിയിപ്പോൾ അവിടെ അമ്പലത്തിലെത്തണം. പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടെന്ന് പോവാം. ആദ്യം വന്നിട്ടുണ്ട്. ആദ്യം അവാർഡാണ് എപ്പോഴും. അപ്പം നമുക്ക് പെട്ടെന്ന് ഓടിപ്പോകണം. അയ്യോ, ഇന്ന് ഞാൻ ഗൗൺ എടുത്തിട്ട് ഗൈസ്. ഇപ്പോൾ ഈ ഗൗൺ എനിക്ക് കറക്റ്റ് ഫിറ്റാണ്. ആദ്യമൊക്കെ ലൂസായിരുന്നു, ഇപ്പം കറക്റ്റ് ടൈറ്റായി പോവാം. അപ്പം ഗൈസ് നമ്മൾ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ കണ്ടത് പട്ടിക്കുട്ടി ഓടിപ്പോയിട്ട് അവിടെ പോയി സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അമ്പലത്തിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം പെട്ടെന്ന് പോവാം. 4 മണിക്ക് പുറപ്പെടും. അപ്പോഴത്തേക്ക് നമുക്ക് അമ്പലത്തിൽ എത്തണം. നടന്ന് മടുത്തു ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഷോൾഡറിൻ്റെ ഇവിടെ ചെറിയൊരു നീരുണ്ട്. ഉണ്ടോ, ഇവിടെ ഒരു വീക്കം വന്നു. എന്താണെന്ന് പറ്റിയെന്ന് അറിയാം. ഇവിടെ ഇല്ല, അപ്പുറത്ത് ഷോൾഡറിൽ നീരുണ്ട്. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. നല്ല പെയിനുണ്ട്. ബാഗ് തൂക്കിയപ്പോൾ നല്ല പെയിൻ ഫീൽ ചെയ്തു. നമുക്ക് പോവാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ഇവിടുന്ന് പിള്ളേരായിട്ട് പോവാം. ഒരുങ്ങാൻ നോക്കട്ടെ. ഞാനാ കൊച്ചിനെ ഉറക്കിക്കൊണ്ടിരിക്കുക. കുഞ്ഞുമാവയുടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര മടിയിലും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരുക്കം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. താഴെ കൊടിയെടുത്ത് ചെണ്ടമേളം തുടങ്ങി. ഒരുത്ത ദേ നടക്കുക. ഇവനാണ് ഓട്ടത്തിനുള്ളത്. എന്തുവാടാ മുടി എരുത്തടിച്ചതാ. ഇതേ പോണു. ഈ ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ചു കയറി പോകും. അവിടെ കൊട്ടൊക്കെ തുടങ്ങി. ഇവിടെ ഓരോരുത്തരൊക്കെ ദേ വന്നതേ ഉള്ളൂ. ഇവിടെ നിന്നാണ് കൊടി എടുക്കണത്. കൊടിയെടുത്ത് കഴിച്ചു. ഇതോ അവിടെ പരിപാടി തുടങ്ങി. സെറ്റ് എല്ലാവരും വന്നിട്ടുണ്ട് കഴിച്ച്. ഇവിടെ ഇങ്ങനെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബേബി കൊള്ളാം, പൊളി. ഇവിടെ എല്ലാവരും വിളക്കൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. താഴെ പരിപാടി തുടങ്ങി. താഴെ ഇപ്പൊ കഴിച്ച് ഇവിടുത്തെ കൊട്ടും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ സാധനമുണ്ട്. ഇവിടെ നടുക്കി നിൽക്കുന്നതാ. ആരോ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ അമ്പലത്തിൽ സംഭവങ്ങളൊക്കെ ആദ്യത വരുന്നു. ഇവിടെ ബാൻഡ് മേളം എല്ലാവരുടെയൊക്കെ താഴെ കൊട്ടൊക്കെ നടക്കുകയാണ്. എന്തായാലും നോക്കാം. പൊളി ഗൈസ്. അപ്പം നമ്മുടെ കൊടിമരം ഇതാ വരുന്നത്. കൊടിമരമാണ് കൊണ്ടുവരുന്നത്. വ്രതം എടുത്തിട്ടാണ് നമ്മൾ കൊടിമരം എടുക്കാനുള്ളത്. അപ്പം കൊടിമരമാണ് കൊണ്ടുവരുന്നത്. നല്ല അടിപൊളിയാണ്. വലിയ കൊടിമരം അല്ലേ, പൊളി. കമുകാണ് ഗൈസ്. ഇത് ഇത്രയും വലിയ കമുകാണ് ഈ കൊണ്ടുപോണത്. പൊളി 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 പൊളി. ഇത്രയും പേരുണ്ട് ഒരു കമുക് ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇതാ പോവേണ്. കമുക് കുറേ തെരഞ്ഞിട്ടാണ് കമുക് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ദേ പോവേണ്. കമുക് കൊണ്ട് ദേ പൊളി പൊളി. ഇത്രയും വലുതാണ്. ഇപ്പം നമ്മൾ വെട്ട സ്കൂളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്ന് തിരിഞ്ഞാണ് പോണത്. നേരെയൊക്കെയാണ് നമ്മളെ കൃഷ്ണ അമ്പലം കൊണ്ടാണ്. നമ്മളവിടെ നിന്ന് നേരെ പോകണം.
വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. കോഴി കൊള്ളാം, ഇരുന്നിട്ട് എഴുന്നേറ്റ്, കോഴി ഇത്ര നേരം ഇരിക്കുകയായിരുന്നു, ഇപ്പൊ എഴുന്നേറ്റ്. പൊളിയാണ്, അടിപൊളിയാട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇവിടെ റോഡി ഡാൻസ് കളിക്കാൻ പിള്ളേരുണ്ട്, കോഴി കളി കാര്യങ്ങളായിട്ട്. അപ്പം അവരും ഉണ്ട്. കോട്ടയം പണിയെടുക്കാതെ തിന്നാൻ കിട്ടി ഗൈസ്. ഉണ്ണിതാ തിന്നോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ സംഭവം. അത് തുടങ്ങുമ്പോൾ എനിക്ക് കാണണം, അടിപൊളിയാണ്. അപ്പോൾ അത് പോവാണ്. എല്ലാവരും തണ്ണിമത്ത എല്ലാവരും കഴിച്ചോണ്ട് നടക്കുകയാണ്. അടുത്ത പിള്ളേർ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഫ്രണ്ടിലാണ് പരിപാടി നടക്കുന്നത്. പിള്ളേർ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം സംഭവമാണ്. പൊളിയാണ്, അടിപൊളിയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊതിച്ചു വെച്ചിരുന്നത്. പക്ഷെ ഇത്തിരി ദൂരമായിപ്പോയി. അവിടെ കൊടുക്കുമ്പോഴേക്ക് കൊടി കയറാൻ വേണ്ടി പോകാൻ, കൊടി എടുക്കണം. ഇവിടെ നിന്ന് പോകും. എന്തായാലും അമ്പലത്തിൽ എത്തുമ്പോഴത്തേക്ക് ഈ പരിപാടി എല്ലാം കഴിയുമ്പോഴത്തേക്ക് രാത്രി 12 മണിയാവും. അവിടെ കൊടിമരം പൂജിക്കുന്നതുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പരിപാടി നടക്കട്ടെ. അപ്പോൾ ഗൈസ് ഇവിടുത്തെ പരിപാടി ഇതൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ പോകും. ഇവിടെ നിന്ന് നേരെ ഇനി വെട്ട സ്കൂളിലേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴമലക്കൽ അമ്പലത്തിലേക്ക് പോകും. ഇവിടെ ഇത്രയും ആൾക്കാർ ഇവിടെ നിന്നുണ്ട്. ഇവരെല്ലാവരും ഇവിടെ നിന്ന് നടന്നു വരികയാണ് ചെയ്യണത്. അപ്പോൾ പിള്ളേരൊക്കെ അതേ പോവേണം, ഓടി ഓടി പോവേണം. അപ്പോൾ ഇവിടെ പിള്ളേർ ഇവിടെ വന്നത് ഗൈസ്, അടിപൊളി. ഇതടുത്ത് കാണുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിള്ളേർ വ്രതം നോട്ടിട്ടുണ്ട്, മലയ്ക്ക് പോകാൻ മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇതിൻ്റെ അകത്ത് കൂടെയൊക്കെ കയറുകയാണ്. അപ്പോൾ കൊള്ളാം, പൊടി രസമുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണാം ഗൈസ്. ഇനി അടുത്തിവിടെ കോഴിയാണ്. അവിടെ ഒരു കോഴി ഇരിക്കുകയാണ്. അവിടെ കോഴി ഇരിക്കുകയാണ്. ഇവിടെ ഡാൻസ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ. അപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിഞ്ഞൂടെ, എന്തായാലും നോക്കാം. അപ്പം കഴിച്ച് ഇതിപ്പോഴത്തെ ട്രെൻഡ് സംഭവമാണ്. നോക്കിയാണ് കാണാം. അപ്പോൾ ഇതിപ്പോഴത്തെ ട്രെൻഡ് സംഭവമാണ്. അടിപൊളിയാണ്. പക്ഷേ നോക്കാം, നല്ല അടിപൊളി പരിപാടിയൊക്കെ. അപ്പോൾ ഇത് പൊളിയാണ് കഴിച്ചത്, അടിപൊളിയാണ്. അപ്പോൾ പൊളി 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 ഇത് പൊളിയാണ് കഴിച്ചത്. പക്ഷെ ഇത് ഭയങ്കര വെയിറ്റാണ് ഈ സാധനം. ഫുള്ള് തടിയിൽ വെച്ച് ഉണ്ടാക്കണതാണെന്ന്. ഇതിൻ്റെ ഇടയിൽ വണ്ടിയും കൊണ്ടൊക്കെ പോകുന്നത് മോശമാണ്. അടിപൊളിയാണ്. അപ്പം കഴിച്ച് പോയി അടുത്ത ടീമുകാർ വരെയാണ്. നമ്മുടെ പ്രസിഡന്റ് ഇവിടെ തിളങ്ങി നിൽപ്പുണ്ട്. അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം നമ്മളെ മുകളിലത്തെ പിള്ളേരാണ്. അടുത്തത് ബാൻഡ് സെറ്റ് മേളമാണ്. പൊളി കലക്കട്ടെ. നമ്മുടെ കൊടിമരം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്, അടിപൊളി. അപ്പോൾ നമ്മളെ കൊടിമരം ഇതാവാറുണ്ട് ഗൈസ്. അടുത്ത പരിപാടി പൊളിയാണ്. അപ്പം കഴിച്ച് നമ്മളെ കൊടിമരം അടിപൊളി പൊളി. ആർക്കും അപ്പുറത്താ നിൽക്കണം, ഉണ്ണി കടൽ തോന്നിക്കും. ഇത് നമ്മുടെ പരുത്തിക്കുഴിയിലെ പിള്ളേർ തന്നെയാണ്. ഇവരെല്ലാവരും നമ്മുടെ ഇവിടുത്തെ സെറ്റാണ്. ആ പൂജാരി എല്ലാവരും വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ മാറി കൊടുക്കണം. അവിടെ പൂജാരി എല്ലാം ഇതാക്കി നേഴ്സറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പരുത്തിക്കുഴി ബസ് വന്നു.
അപ്പോൾ ഗൈസ് നമ്മളിവിടെ നിൽപ്പാണ്. ഘോഷയാത്ര അയ്യപ്പൻ കൂടി എത്തി. കുടുംബമാരോട് നിൽപ്പുണ്ട്. ബാക്കിയോടെ എടുക്കും. അടുത്തത് ബാക്കി നിൽക്കാം. ഇത് പ്രോഗ്രാം വന്നു. അതിനിടയ്ക്ക് ഓരോ വണ്ടിയൊക്കെ വരുമ്പോൾ വണ്ടിയൊക്കെ കൊണ്ട് വണ്ടി സ്ഥലം നിർത്തി വണ്ടിയൊക്കെ ഒതുക്കി കൊടുക്കുന്നുണ്ട് പോകാനായിട്ടൊക്കെ. പോലീസ് എസ്കോർട്ട് കൂടെ ആരെ വരുന്നാവോ? പോലീസൊക്കെ വരുന്നുണ്ടല്ല. ആരാണാവോ? നല്ല വലിയ ആൾക്കാരൊക്കെ VIP ആണെന്ന് തോന്നുന്നു. പോലീസൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. അതുകൊണ്ട് പോലീസുകാരുടെ കറങ്ങിറങ്ങിയതാണെന്ന് അറിയില്ല. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് ട്രിപ്പ് എടുക്കും പോവാം. സംഭവമുള്ള ഫുള്ള് കളറാണ്. വേറെ ലെവലാണ് ഫുള്ളായിട്ട്. അയ്യപ്പൻ കുത്തിയപ്പോൾ തിരിക്കുകയാണ്. ബസ് ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഇനിയിപ്പോൾ പുറമേതായിട്ട് ഇവിടെ നിന്ന് വളയുമെന്ന് സംശയമാണ്. സംഭവം ഒരു പോച്ചെടുക്കും. ഞാനും പോയി കവർ കുടിച്ച് മാറ്റി മതിയായിരുന്നു. വീട്ടിൽ പോയി കഴിക്കായിരുന്നു. അപ്പോൾ കഴിച്ച് നമ്മൾ ഐസ്ക്രീമും വെള്ളമൊക്കെ കുടിച്ച് നടപ്പാണ്. ഘോഷയാത്ര നമുക്ക് വെള്ളമൊക്കെ തരുന്ന ആൾക്കാരുണ്ട്. റോഡ് സൈഡിൽ ഓരോ വീടുകളിലൊന്നും വെള്ളമൊക്കെ തരുന്നുണ്ട്. നമ്മൾ വെള്ളം കുടിച്ചു. പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചു. നടന്നു പോവാണ്. ഇന്നിപ്പോൾ അയ്യപ്പൻ കുഴി കഴിഞ്ഞ് വളഞ്ഞാണ് പോണത്. ഇനി കുറേ ദൂരം ഉണ്ടോ അമ്പലത്തിലേക്ക്? ഇനി കുറേ ദൂരം ഉണ്ടോ അമ്പലത്തിലേക്ക്? ബസ്സിലേക്ക് വരുമ്പോൾ ദൂരം മനസ്സിലാവുന്നില്ലല്ലോ. നീയൊക്കെ നടന്നു വന്നിട്ടുള്ളല്ലേ? ഇനി 500 മീറ്റേഴ്സ് ഉള്ളൂ ഗൈസ്. കണ്ണാപ്പി അളന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? നീ അളന്നിട്ടുണ്ടോ? അളന്നിട്ടുണ്ടോ? ഞാൻ ശരി അമ്മയെന്ന് കഴിച്ചു. പിന്നെ കഴിച്ചത് തണ്ണിമത്തം ഉണ്ട്. അങ്ങനെ കഴിച്ച് തണ്ണിമത്തനും കഴിച്ചപ്പോൾ പതുക്കെ നടക്കുകയാണ്. ഘോഷയാത്ര നടക്കുന്നവർക്ക് ഇതുപോലെ തണ്ണിമത്തനും വെള്ളവും വെള്ളമൊക്കെ ഉണ്ടാവും റോഡ് സൈഡിലൊക്കെ ഓരോ വീടുകളിൽ നിന്നൊക്കെ. എന്നാൽ ഈ ചേട്ടൻ വരെ സമ്മതിച്ച് ഇത്രയും വെയിറ്റ് തോർത്തെടുത്ത് നടക്കണം കൂടെയല്ലേ. നമ്മുടെ ഫ്രണ്ട് മാത്രം പൊക്കിയിട്ടുണ്ട്. ബാക്കിൽ പൊക്കിയിട്ടില്ല. ബാക്കിൽ പൊക്കുന്നുള്ളൂ. അവിടെ ആദ്യം എന്തോ ഇതായി തോന്നി. വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നു. നമുക്ക് വേറെ ഫ്രണ്ടില്ല ഫ്രണ്ടില്ല എവിടെ? ആ നമുക്കിനി കുഴപ്പമില്ല. നമുക്ക് ഫോണേക്ക് വേറെ കിട്ടും. വേറെ എവിടെയെങ്കിലും കിട്ടും. ഐസ്ക്രീം പോലെ ചിക്കൻ പപ്സ് ഒന്നുകൂടെ
ചിക്കൻ കൊടുക്കാം. കണ്ണന്റെ ആഗ്രഹം 2 ലെഗ് പീസ് വെച്ച് ചിക്കൻ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം. എന്തിനാണ് അത് കിട്ടും? അതിന് പ്രതിഷേധമുണ്ട് അല്ലേ? കാരണം പ്രതിഷേധം അറിയിക്കണ്ടേ? കണ്ണനും പോയി കഴിച്ചു. ഒന്നേം കണ്ണനോടെ കളിച്ചോണ്ടിരിക്കാണ്. ഒന്നേ അവിടെ കളിച്ചോണ്ടിരിക്കാണ് കഴിച്ചു. കണ്ണ തിരിച്ചു വന്നു. ബസ് ലോക്കായി കഴിച്ചു. സമയം തെറ്റി. ബസ് സമയത്ത് വന്നപ്പോഴേക്കും ഇവിടെ ഘോഷയാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പോകണ സ്ഥലമില്ല. ഞാനപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തെ സ്ഥലത്തേക്ക് വന്നില്ല. അവിടെ പോകാൻ പറ്റുന്ന അവസ്ഥയെന്ന് പറഞ്ഞു. പിള്ളേരൊക്കെ വന്നേക്കാൻ തുറന്നൊക്കെ വീട്ടിൽ എടുക്കണം വന്നേക്കാത്. നമ്മളെല്ലാം വീഡിയോ എടുക്കുന്നത് എന്തായാലും. പിള്ളേർക്ക് ഒരു വൈബായിക്കോട്ടെ. അപ്പൊ ഗൈസ് നമ്മൾ അമ്പലത്താറ്. ഇതേ അമ്പലം. ആ കവടാണ് അമ്പലം. അവളുടെ അമ്പലം. നമ്മൾ അമ്പലത്താറ്. പിള്ളേരൊക്കെ അവിടെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ള ഗൈസ് എല്ലാം വേറെ ലെവലിൽ കളർഫുൾ ആയിട്ടാണ്. എല്ലാം അടിപൊളിയാണ്. വേറെ ലെവലിൽ വൈബാണ്. അപ്പോൾ അതിലെ ഗൈസ് നമ്മൾ അമ്പലത്തെത്തി. കൊടിമരം നടാൻ വേണ്ടി പോകണം.
അപ്പോൾ കഴിച്ച് നമ്മൾ അമ്പലത്തിൽ സായാഹ്ന ഭക്ഷണമൊക്കെ ക്യൂ നിൽക്കണം. സായാഹ്ന ഭക്ഷണത്തിന് ഞാനും പയ്യന്മാരുടെ ഉള്ളൂ. അമ്മയും ഇവരുടെ അമ്മയും ചേച്ചി വന്നിട്ടില്ല, ശ്രുതി വന്നിട്ടില്ല. അവരെ അവിടെ നിന്ന് കാണാറിയാകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമ്മൾ ക്യൂ നിൽക്കുകയാണ്. അവർ അമ്പലത്തിനകത്താൻ തോന്നുന്നു. എത്തിയിട്ട് എത്രയും വരെ നമുക്ക് അതിന് പെട്ടെന്ന് പോവാം. എന്തോ ഭാഗ്യം കഴിച്ച് നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചത് ചെയ്യുമ്പോൾ നല്ല തിരക്കായി. ഈ തിരക്കിൽ ഈ ക്യൂ നമുക്ക് സീറ്റ് കിട്ടില്ലായിരുന്നു ഭക്ഷണം കഴിക്കാണ്ട് ചെയ്യുമ്പോൾ. എന്തോ കണ്ണെന്ന് ആദ്യം വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റി എന്തെങ്കിലും പെട്ടുപോയാൽ. പക്ഷെ എൻ്റെ മുന്നേ ബേസ് നല്ല വലിയ ക്യൂ ആണ്. നമ്മൾ ആദ്യം കയറി നന്നായി ഇത് ഉറപ്പാണ്. നമ്മൾ പിള്ളേരെല്ലാം പെട്ടുപോയേ, നമ്മൾ പെട്ടുപോയേ. അപ്പം കഴിച്ച് ഇവര് നടന്ന് ലൈറ്റ് ആണ് ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ. ഇതിൻ്റെ അകത്ത് പിന്നെ കടയൊക്കെ ഉണ്ട്. അപ്പം അത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം അത് പോയി കണ്ടിട്ട് വരാം. ഇതിൻ്റെ അകത്ത് കടയും ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പോയി കാണാം. വേൾഡ് നമ്പർ 1 ഡേറ്റി ഫുഡാണ് പാനിപൂരി. അത് തന്നെ ഉണ്ട്. ബാ, വെരി നൈസ്. ഡേറ്റി ഫുഡ് എന്ന് പറയാൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളതാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവർ ഉണ്ടാക്കുന്ന ഹൈജീനിക് അല്ല എന്നുള്ള രീതിയിലാണ്. ഇവിടെ ചെയിൻ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. എന്താ നൈസ്. ഹായ്, ജ്യൂസ് കട. ഇവിടെ ഇപ്പോഴത്തെ ഐസ്ക്രീം കടയൊക്കെ ഉണ്ട്. അടിപൊളി. മരണക്കിണറുണ്ട് ഗൈസ്. ഞാൻ ഇന്നുവരെ കാണാത്ത സാധനമാണ് മരണക്കിണർ. അതുണ്ട് ഇവിടെ. എന്നാലും നമുക്ക് ഇവിടെ പാനിപൂരി കയറിയിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ ജെയിൻ വില്ലിൽ. അല്ലേ രസ്? അസു നടക്കണ വഴിയിലൊക്കെ പിള്ളേരെ ഉപദ്രവിക്കാണ്. ഇവിടെയൊക്കെ എന്തൊക്കെ സംഭവം ഉണ്ട് ഗൈസ്, ഉണ്ടായി നോക്കാം. ഇവിടെ എന്താ പാനിപൂരി ഉണ്ട്, ജെയിൻ ബില്ല്. ഇതോടെ ജെയിൻ ബില്ലുണ്ട്. ഇവിടെ മറ്റേ റിങ് ഇടണ എന്തോന്ന് നോക്കാം. ഇവിടെ ഇതൊക്കെ ഉണ്ട്. ഞാൻ മരണക്കിണർ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് ഓപ്പൺ ആണോ എന്ന് അറിയത്തില്ല. മരണക്കിണർ നോക്കാം. പോക്കോൺ കട, അത് പോക്കോൺ കട, അത് ഇത് ഗൈസ്. ഇവിടെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്ന ഉൾപ്പെടെ ഇനി ഗാനമേളയൊക്കെ തുടങ്ങുള്ളൂ. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കുറേ രാഷ്ട്രീയ പ്രവർത്തകർ വന്ന് പ്രസംഗം നീട്ടിക്കൊണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇവിടെ നിന്ന് ബോറടിച്ച് പ്രാന്താവുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. പിള്ളേരൊക്കെ ഇവിടെ ക്രിക്കറ്റിൽ ഫുട്ബോൾ കളി തുടങ്ങി, കുപ്പി ഫുട്ബോൾ തുടങ്ങി. അങ്ങനെ കളി നടക്കട്ടെ. നമുക്ക് ആ പ്രസംഗം കേൾക്കണ നല്ലത്, ഇവരുടെ കളി കണ്ടിരിക്കാൻ നല്ലത്. അതാണ് ഞാൻ ഇവിടെ നോക്കി കേൾക്കണത്. എല്ലാവരും ആ പ്രസംഗം കഴിഞ്ഞിട്ട് പെട്ടെന്ന് താമസിച്ചത് ഗാനമേള സ്റ്റാർട്ടാവും. അതൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകുന്നു. അതൊക്കെ കഴിഞ്ഞ് രാത്രി ഇവിടെ തെറ്റാവും. ഗാനമേള ഫുള്ളും കോപ്പറേറ്റ് എടുക്കേണ്ടി റെക്കോർഡ് ചെയ്യൂല. പക്ഷെ എല്ലായിടത്തും ലൈറ്റ്സിനൊക്കെ ഡെക്കറേഷൻസിന് നല്ല അടിപൊളിയാണ് കഴിച്ചത്. ഒരു പ്രത്യേക വൈബാണ് കഴിച്ചത്. ഒരു പൊളി വ്യൂ ആണ്. ഇവിടെ നിന്നുള്ള എല്ലാ വ്യൂസും ഞാൻ കാണിച്ചതാണ്. 360 ഡിഗ്രി വ്യൂസ് ഞാൻ കാണിച്ചതാണ്. 360 ഡിഗ്രി അല്ല, ചുറ്റിനുള്ള വ്യൂസ് കാണിച്ചതാണ്. 360 ആകുമ്പോൾ മുകളിൽ കാണിക്കണ്ടേ, ചുറ്റിനുള്ള വ്യൂസ് കാണിച്ചതാണ്. എന്തായാലും കൊള്ളാം. അടിപൊളിയാണ്. ഉദ്ഘാടനം തീർക്കട്ടെ. നോക്കിയ പരിപാടിയിലേക്ക് ബാക്കിയുള്ള പരിപാടി കാണുമ്പോൾ കാണിച്ചു തരാം എന്താണ് തുടങ്ങാൻ പോകുന്നതൊക്കെ. ഷാജി അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ണ ഇപ്പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അർജ ഫുഡ്? നല്ല ഫുഡല്ലേ? അപ്പോൾ എല്ലാവരും കഴിച്ചു പോയിട്ടോ. ലാസ്റ്റാണ്, ഏറ്റവും ലാസ്റ്റാണ്. ഇത്രയും ആൾക്കാരേ ഉള്ളൂ. ഞാനൊക്കെ കഴിച്ചു. കണ്ണനും കഴിക്കുന്നത്. എല്ലാവരും കഴിക്കട്ടെ. അപ്പോൾ ഫൈനലി ഗൈസ് നമ്മുടെ ഇവിടുത്തെ ഗാനമേള തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇവിടെ വലിയ ആൾക്കാരൊന്നും ഇല്ല. നാളെ തൊട്ട് വല്ല വരും. നല്ല പ്രോഗ്രാമുള്ള ആൾക്കാർ. നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങും ഇങ്ങൊക്കെ ഉള്ളൂ. ഫൈനലി ഗൈസ് നമ്മുടെ പ്രോഗ്രാം ഒക്കെ തുടങ്ങിയിരിക്കുകയാണ്. ആ നാടൻ പാട്ടാണ്, ചാലക്കുടിക്കാരാണ്. അപ്പൊ എന്തായാലും അത് കാണാൻ വേണ്ടി ഈ സമയമാകുമ്പോഴത്തേക്കും നിറയെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. മോശമുള്ള പരിപാടിയാണ് ശരിക്കും. മണിച്ചേണ്ടൊക്കെ പേരാണ്, ചാലക്കുടിയുടെ പേരാണ് ശരിക്കും വന്നേക്കുന്നത്. ഇത് മാപ്രദേശിക്ക് നാടൻ പാട്ടാണ്, വേറെ വല്ല പാട്ടാണെന്ന് തോന്നുന്നു, സംശയം. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും നിറയെ ആൾക്കാരൊക്കെ ആയിട്ടുണ്ട് ഇപ്പം തന്നെ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. നല്ല അടിപൊളി പ്രോഗ്രാം ആവട്ടെ നമ്മൾ ആശംസിക്കുന്നു. ഇറങ്ങി കഴിച്ച് വെറുതെ നാടൻ പാട്ടെന്ന് ഒച്ചപ്പാടും ഉണ്ടാക്കണമെന്നല്ലാതെ ഒരു പാട്ട് ഒരു മലയ്ക്ക് പാടിയിട്ടില്ല. വെറുതെ സ്റ്റേജിൽ കിടന്നൊരു പെണ്ണെന്ന് ഒച്ചപ്പാടും ഉണ്ടാക്കുന്നു. ചാലക്കുടി നിന്ന് തൃശ്ശൂർ എന്നൊക്കെ പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന് ഇതൊക്കെ നാടൻ പാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ശരിക്കുള്ള നാടൻ പാട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ പിടിച്ച് ചേട്ടൻ കൊടുത്തേനെ. അങ്ങനെയൊക്കെ പാടിക്കളഞ്ഞു, വെറുതെ വെറുപ്പിച്ച് കളഞ്ഞു. അവരിപ്പോൾ ഈ പാട്ട് ശരിക്കും തൃശ്ശൂരിലെ പാടിയെങ്കിൽ ഉറപ്പായിട്ട് കല്ലേറുണ്ടാനെ. ആണ് അവസ്ഥ. നമുക്കെന്തായാലും നടന്ന് വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളവരും ചെയ്യാണ്ട്
ഇനി കിടന്നുറങ്ങണം. നാളെ രാവിലെ നേരത്തെ എണീക്കണം. പണിയുണ്ടാവും മിക്കവാറും. സമയം ഇപ്പോൾ ഏകദേശം 11 നമ്മളിത് നാളെ വരില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് എന്തായാലും കണ്ട് സന്തോഷമായി. നമ്മൾ നാളെ യൂട്യൂബിൽ ലൈവ് വരുന്നുണ്ട് തിങ്കളാഴ്ച. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യൂട്യൂബിൽ ലൈവിന് വേണ്ടി നമ്മൾ രാത്രി ഇങ്ങോട്ട് വരില്ല. ഉച്ചയ്ക്ക് വരും. ഉച്ചയ്ക്ക് വന്നിട്ട് പോകുന്ന രാത്രി വരില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് നമ്മൾ പോകണം. നടന്നു പോകണം തോന്നുന്നു. മിക്കവാറും നടന്നായിരിക്കും പോവാം. ഓട്ടോ കിട്ടിയ ഓട്ടോയ്ക്ക് പോലെ നടന്നു പോകും. നമ്മൾ വന്നപ്പോൾ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. ലൈറ്റും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴും ശ്രദ്ധിക്കണം. ചെയ്യുമ്പോൾ വന്നപ്പോൾ ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. നമ്മൾ നടന്ന് പരുത്തിക്കുഴിയിലെത്തി ഗൈസ്. മണി 12 മണി ഗൈസ്. അപ്പം നമ്മുടെ ലൈഫ് കണ്ട പരുത്തിക്കുഴിയിൽ ഇങ്ങനെ ലൈറ്റ് ഇട്ട് അടിപൊളിയാണ്. കാണിച്ച എൻ്റെ പൊന്നോ കിടന്ന് ചാവയാണ്. ലൈറ്റ് കാണിക്കുന്നത്. ഇതാണ് ആർജിയുടെ സ്വഭാവം ഗൈസ്. നിങ്ങൾ കാണണം. കണ്ട ചീത്തയൊക്കെ വിളിക്കുന്നു. ഇപ്പൊ നമുക്ക് എന്തായാലും വീട്ടിൽ പോവാം. ഫൈനലി ഗൈസ് നമ്മളെ അമ്പലത്തെ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തി തിരിച്ചെത്തി. അതെ തേങ്ങ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈവനിങ് പോയി ഇത്ര വിശേഷങ്ങൾ വന്നപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ടുണ്ട്. തേങ്ങയും പല്ലൊക്കെ തേച്ച് നമ്മൾ രാത്രി പല്ലേക്കും ഗൈസ്. നിങ്ങളും മസ്റ്റ് നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ രാത്രി പല്ലൊക്കെ ശ്രമിക്കാം. കാലിനുണ്ട് നടന്നതിന് കൂടെ നടന്നതിന് ശേഷം കാലിന് വേദനയുണ്ട്. ഒരുപാട് നടന്ന് നമ്മൾ വീഡിയോ ഫുൾ എടുക്കാൻ ഒരുപാട് ലെങ്ത് ഇപ്പോൾ മാത്രമല്ല ഇതില്ല എന്താണ് ഫോണിൽ ചാർജ് കുറവായിരുന്നു. അപ്പോൾ 2 കൂടെ ആയപ്പോഴേക്കും നമ്മൾ ബ്ലോഗ് എടുക്കാൻ വിട്ടുപോയി. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. നമ്മൾ വെട്ടം കൊണ്ടില്ലാത്ത ഫോൺ ടോർച്ചും മൊബൈൽ ടോർച്ചും എല്ലാം കൂടി അടിച്ച് വരുന്നത്. മൊബൈൽ ടോർച്ച് നമ്മൾ ടോർച്ചെല്ലാം കൊണ്ട് അടിച്ച് വരുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ബ്ലോഗ് എടുക്കാറുന്നത്. അപ്പോൾ എന്നാൽ നമ്മൾ വീട്ടിലെത്തി സേഫായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. താമസത്തിൽ പുതിയ എന്തൊരു വിശേഷം ബൈ ഫ്രം ആർജെ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കമന്റ്സ് അഭിപ്രായം ഏർപ്പെടുത്തുക. കമന്റ്സ് മാക്സിമം പാസ്വേഡ് കൊടുക്കുക. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോഴേ നമ്മൾ ലൈവ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ കൂടാതെ നമ്മൾ രണ്ടാമത് ഇൻസ്റ്റാഗ്രാമിൽ ആയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ശ്രമിക്കുക ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ താമസം അടുത്ത വിഷയം എന്ത് വിഷയം ഉണ്ട്. ബൈ ഗൈസ്.